ആശാനെ നിസ്കാരം കഴിഞ്ഞ് തറാവെങ്കിൽ നിന്ന പരിപാടി അല്ലൈനിലെത്തിയിട്ട് നമ്മളിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഒറ്റ മൈൻഡിൽ നമ്മള് ഒറ്റ മൈൻഡില് അതിന് നമ്മള് കാര്യമില്ല. സെറ്റ് അപ്പൊ ഒറ്റ മൈൻഡ്. നോക്കുന്നത് ഞാനിപ്പോ എവിടെയുള്ളതെന്നറിയോ? ജബൽ ലഫീസിന്റെ മോള്. സമയം 3 മണി. ഞാൻ ഒറ്റയ്ക്കല്ല, 2 റൈഡേഴ്സിന്റെ കൂടിയാണ്. അതും ദുബായിൽ കുറെ കാലങ്ങളായി റൈഡ് നടത്തിയ 2 ഫ്രണ്ട്സിന്റെ കൂടെ. ഞാൻ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കാണിച്ചു തരാം. എന്റെ വീഡിയോ എടുക്കുന്നത് ഇതാ, ഒന്ന് പരിചയപ്പെടുത്തുള്ളൂ. ഹലോ ജാസിം ബ്രോ. നാട്ടിലെവിടെയാ? മലപ്പുറം കോട്ടക്കൽ. ബ്രോ ഹായ്. സാദിഖ്. നാട്ടില് കൊണ്ടോട്ടി. 2 പേരും ഫ്രണ്ട്സ് അല്ലേ? അതെ, ഞങ്ങള് ചെറുപ്പം മുതലേ ബഡ്ഡീസാണ്. കളിക്കൂട്ടുകാർ. ഞങ്ങള് വാപ്പാര് സുഹൃത്തുക്കളായിരുന്നു, പിന്നീട് ഞങ്ങള് സുഹൃത്തുക്കളായി. ഇപ്പൊ ഞങ്ങളെ മക്കള് സുഹൃത്തുക്കളാണ്. ഓ നൈസ്. 3 ജനറേഷന് ഒരുമിച്ച് സുഹൃത്തുക്കളായിട്ട് ഇന്ന് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സുഹൃത്തുക്കളോട് കൂടെ എനിക്ക് ഇവരെ കൂടിയാണ് റൈഡ് കിട്ടിയത്. നേരെ ദുബായിൽ നിന്ന് എനിക്ക് ജോബ് കഴിഞ്ഞ് ജോബിന് ശേഷം നേരെ നമ്മൾ അല്ലൈൻ പള്ളിയിലേക്ക് നോമ്പ് തുറക്കാൻ വന്നതിന് ശേഷം ഇവിടെ നോമ്പ് തുറക്കാൻ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ജബലുൽ ലഫീത്തിന്റെ മുകളിലെത്തിയിട്ട് 3 മണിയായിട്ടും ഇവരെ മൂഡ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മക്കളുണ്ട്, ഫാമിലി ഉണ്ട്, എന്നിട്ട് പോലും ഈ ഒരു മൂഡ് അത് വേറെ ലെവലാ. അപ്പൊ ഇങ്ങനത്തെ ഫാമിലിയുള്ള നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ മെൻഷൻ ചെയ്യുക. വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടല്ല വേണ്ടത്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന സംഭവം. അതുകൊണ്ട് തന്നെ ലോകം ചുറ്റണം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അല്ല ബ്രോ? സെറ്റ്.